വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സന്ദീപ് രാജാക്കാട് ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. അല്പസമയം മുമ്പാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്. തഞ്ചാവൂരിലേക്ക് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ഉല്ലാസയാത്രയ്ക്ക് പോയ KSRTC ബസ്സാണ് ഇപ്പോൾ പുല്ലുപാറയ്ക്ക് സമീപം കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. വാഹനം മറിഞ്ഞത് കാണുമ്പോൾ വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും മറ്റു വാർത്തകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സന്ദീപ്, എപ്പോഴാണ് ഈ അപകടം നടന്നത്? അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഡോക്ടർ അരുൺകുമാർ, അല്പനേരം മുമ്പാണ്, അധികം സമയമായിട്ടില്ല ഈ അപകടം നടന്നിട്ട്. ഈ തഞ്ചാവൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ഈ പുല്ലുപാറയ്ക്ക് സമീപം വെച്ച് മുറിഞ്ഞപുഴയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ബസ് താഴേക്ക് മറിയുകയായിരുന്നു. വലിയൊരു കൊക്കയായ പ്രദേശമാണിവിടെ. പക്ഷെ ബസ് അത്ര അധികം താഴേക്ക് പോകാത്തത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഒഴിവായി എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ഫയർഫോഴ്സ് അടക്കം അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നാട്ടുകാരും ഒപ്പം തന്നെ മറ്റു വാഹനയാത്രികരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. രക്ഷപ്പെടുത്തുന്നവരെ പീരുമേട്ടിലേക്കും ഒപ്പം തന്നെ മുണ്ടക്കയം ആശുപത്രിയിലേക്കുമാണ് മാറ്റുന്നത്. എന്നാൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിക്കേൽക്കാത്ത ആളുകളെ നടന്നു കയറി വരുന്ന ആളുകളും ഒക്കെയുണ്ട്. അപ്പം മറ്റൊരു തരത്തിലുള്ള അപകടം ഇല്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും പുലർച്ചെ വലിയ താഴ്ചയുള്ള പ്രദേശമാണ് ഈ പുല്ലുപാറ. അപകടത്തിൽപ്പെട്ട ബസ് പക്ഷേ എനിക്ക് തോന്നുന്നു മരത്തിലോ മറ്റോ തട്ടി നിൽക്കുകയാണ്. കമ്പികളും ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിലുള്ളവരെ മുഴുവൻ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വാഹനത്തിലുള്ളവരെ മുഴുവൻ പുറത്തെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. കാരണം ഈ ഹൈവേ പോലീസ് അടക്കം അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ നാട്ടുകാർ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ഈ വാഹനം അധികം താഴേക്ക് പതിക്കാത്തതിനാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുവെങ്കിൽ പോലും ഈ കൊക്കയായ പ്രദേശത്തിന്റെ താഴ്ച ഭാഗത്തേക്ക് വാഹനം പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് താഴേക്ക് ഇട്ടാണ് വാഹനം മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്താണ് ഈ താഴ്ചയിലേക്ക് KSRTC ബസ് മറിഞ്ഞിരിക്കുന്നത്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ KSRTCയുടെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇപ്പോൾ പുല്ലുപാറയ്ക്കടുത്ത് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. കൊക്കയിലേക്കാണെങ്കിലും പക്ഷേ അധിക താഴ്ചയിലേക്ക് ബസ് പോകാഞ്ഞതുകൊണ്ട് വലിയ അത്യാഹിതങ്ങൾ ഒഴിവായിട്ടുണ്ടാവാം എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സിലെ അംഗങ്ങളും ഒപ്പം തന്നെ പോലീസ് സേനാംഗങ്ങളും അവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുല്ലുപാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ പ്രതിനിധി സന്ദീപ് രാജാക്കാട് തുടരുന്നുണ്ട്. സന്ദീപ്, ഇന്നിപ്പോൾ പുലർച്ചെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ മുമ്പാണോ അപകടം നടന്നത്? ഏകദേശം 6 മണിക്ക് ശേഷം